ഹായ് ഡിയർ സ്റ്റുഡൻസ്, മക്കളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ് ആണ്. നമുക്കറിയാം ഏറ്റവും ഒരു സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ ആണ്. അധികം ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. NCERT-യിൽ ആകെ ഒരു എക്സസൈസ് മാത്രമേ ഉള്ളൂ, ഏരിയ അണ്ടർ സിമ്പിൾ കർവ്സ്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, ബോർഡ് എക്സാം ക്വസ്റ്റ്യൻസ്. അതിൽ ഏരിയ അണ്ടർ സിമ്പിൾ കർവ്സും അതുപോലെ ദ ഏരിയ അണ്ടർ കർവ്സ് ആൻഡ് ലൈൻസിൻ്റെ കുറച്ച് പ്രോബ്ലംസ് കൂടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം നോക്കിയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. യൂസിങ് ഇൻ്റഗ്രേഷൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് വൈ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 1 ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എക്സ് ഇസ് ഈക്വൽ ടു -2 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 2. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ്. ഫിഗറിന് നിങ്ങൾക്ക് പ്രത്യേകം മാർക്കുള്ളതാണ്, അതുകൊണ്ട് ഫിഗർ തന്നെയാണ് ആദ്യം വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ മക്കളെ, എലിപ്സ് ആണ് തന്നിരിക്കുന്ന കർവ്. പിന്നെന്താണ്, എക്സ് ഇസിക്കൽ ടു -2ഉം എക്സ് ഇസിക്കൽ ടു 2 എന്ന് പറഞ്ഞ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസും ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് ആ ഫിഗർ ഒന്ന് വരയ്ക്കാം. വൈ ആക്സിസ്, എക്സ് ആക്സിസ്, നിങ്ങളൊരു എലിപ്സ് വരയ്ക്കുക. ഓക്കെ, എക്സ് ഇസിക്കൽ ടു -2 എന്ന് പറയുമ്പം ഇതാണ് പോയിന്റ് അല്ലേ. എക്സ് ഇസിക്കൽ ടു 2 എന്ന് പറയുമ്പോൾ ഇതാണ് പോയിന്റ് വരുന്നത്. നിങ്ങൾക്ക് എക്സ് സ്ക്വയർ ബൈ എലിപ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് വൈ സ്ക്വയർ ബൈ 4 ഈസ് ഈക്വൽ ടു 1 എന്നാണ്. അപ്പം എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ് അല്ലേ. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ താഴത്തെ നമ്പർ ആണ് ഹയസ്റ്റ് വാല്യൂ, സോ 16 ആണ് അല്ലേ. അപ്പം അതിനെ എങ്ങനെ എഴുതാം, 4 സ്ക്വയർ എന്ന് എഴുതാം, പ്ലസ് വൈ സ്ക്വയർ ബൈ 2 സ്ക്വയർ എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 1. സോ എക്സ് സ്ക്വയറിൻ്റെ ഡിനോമിനേറ്റർ ആണ് ഹയസ്റ്റ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, നമുക്ക് ഹൊറിസോണ്ടൽ എലിപ്സ് ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ എ സ്ക്വയർ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന വാല്യൂസ് നമുക്ക് കിട്ടും. അതായത് മേജർ ആക്സിസിൻ്റെ, നമ്മൾ +1-ൽ പഠിക്കുന്ന ഇതൊക്കെ കോണിക് സെക്ഷനകത്ത് പഠിക്കുന്നതാണ്. മേജർ ആക്സിസിൻ്റെ ലെങ്ത് ആണ് 2a എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ 2a അല്ലെങ്കിൽ ആ മേജർ ആക്സിസ് എന്ന് പറയുന്നത് ഇവിടെ എക്സ് ആക്സിസിലാണ്. അതുകൊണ്ടാണ് മിസ് ഇവിടെ ഒരു ഹൊറിസോണ്ടൽ എലിപ്സ് വരച്ചത്. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് ഈ 0 ഇതാണ് ഒറിജിൻ. അവിടം തൊട്ട് ഇവിടം വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും, 4 ആണ് അല്ലേ. ഇത് -4ഉം ഇത് +4ഉം, അതുകൊണ്ടാണ് -2ഉം 2ഉം നമ്മൾ അതിൻ്റെ ഇടയിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണ്, ഏരിയ ഓഫ് ദ എലിപ്സ് ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എക്സ് ഇസിക്കൽ ടു -2 ആൻഡ് എക്സ് ഇസിക്കൽ ടു 2 ആണ്. അപ്പോൾ എക്സ് ഇസിക്കൽ ടു -2ൽ നിന്ന് നമ്മളൊരു ലൈൻ വരച്ചു, എക്സ് ഇസിക്കൽ ടു 2ൽ നിന്നും നമ്മളൊരു ലൈൻ വരച്ചു. അപ്പോൾ ഏരിയ എവിടം വരെയുള്ള ഏരിയ ആണ്, അതാണ്ട് ഈ രണ്ട് ലൈൻസും എലിപ്സും തമ്മിലുള്ള ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ മൊത്തം എത്ര റീജിയൻ ഉണ്ട്, മൊത്തം 4 റീജിയൻ ഉണ്ട് അല്ലേ. ഏതെങ്കിലും ഒരു റീജിയൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 4 ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പം നമുക്കൊന്ന് എഴുതാം. ഏരിയ, റിക്വയർഡ് ഏരിയ ഇസ് ഈക്വൽ ടു 4 ടൈംസ്, ഇവിടുത്തെ ലിമിറ്റ് എന്താണ് മക്കളെ, നിങ്ങൾക്ക് ഇവിടെ ആണെങ്കിൽ ഇവിടെ എക്സ് സ്ട്രിപ്പ് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ വൈ സ്ട്രിപ്പ് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം, ഏതേലും ഒരെണ്ണത്തിൻ്റെ കേട്ടോ, ഏതേലും ഒരെണ്ണത്തിൻ്റെ. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇൻറ്റഗ്രൽ വൈ ഡി എക്സ് ആണ്, ഇൻറ്റഗ്രൽ വൈ ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിൻ്റെ ലിമിറ്റാണ് കൊടുക്കേണ്ടത്. എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to 2 ആണ്. ഓക്കെ, അപ്പോൾ ഇനി എന്നാണ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മളിവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വൈ ആ കിടക്കുന്നത്. അപ്പോൾ എന്നാ ചെയ്യണം, വൈയെ ഇൻ ടേംസ് ഓഫ് എക്സിലോട്ട് എഴുതണം അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. എന്താണ്, എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് വൈ സ്ക്വയർ ബൈ 4 ഈസ് ഈക്വൽ ടു 1. ഇതിൽ നിന്ന് വൈക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ച് ഇൻ ടേംസ് ഓഫ് എക്സ് എന്ത് വരും മക്കളെ, വൈ സ്ക്വയർ ബൈ 4 ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 16 വിച്ച് ഈസ് ഈക്വൽ ടു 16 by x square divided by 16 y square by 4. y square is equal to 4 by 16 into 16 minus x square. അതിലെ y എന്ന് പറയുന്നത് എന്ത് വരും, 1/4 റൂട്ട് ഓഫ് 1/4ൻ്റെയും റൂട്ട് വേണം,
y കിട്ടാനായിട്ട് നമ്മൾ രണ്ടിൻ്റെയും റൂട്ട് എടുത്തു. അപ്പം ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 1/4 വരും. അതിൻ്റെ റൂട്ട് എന്ന് പറയുമ്പം 1/2 ആണ് വരുന്നത്. റൂട്ട് ഓഫ് 16 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പം നമുക്കിവിടെ വൈക്ക് വാല്യൂ കൊടുക്കാം. 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2 വൈക്ക് പകരം 1/2 റൂട്ട് ഓഫ് 16 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഈ 1/2 വേണമെങ്കിൽ നമുക്ക് പുറത്തെടുക്കാം. 4/2 ആയിട്ട് ക്യാൻസൽ ചെയ്യുമ്പം 2 വരും. ഇനി നിങ്ങൾക്ക് അറിയാലോ ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ റിസൾട്ട് അറിയാമായിരുന്നല്ലോ. എന്തായിരുന്നു അത്? അപ്പോൾ ആ റിസൾട്ടൊക്കെ നിങ്ങൾ സൈഡിൽ നോട്ട് ചെയ്ത് വെക്കണം. ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞൊരു റിസൾട്ട് എന്നായിരുന്നു? x/2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് x/a പ്ലസ് സി. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ എ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 16 ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 4 ആണ് അല്ലേ? അപ്പോൾ ആ റിസൾട്ട് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്നാ കിട്ടും മക്കളെ? 2 ഇൻറ്റു x/2 റൂട്ട് ഓഫ് 16 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. 16/2 സൈൻ ഇൻവേഴ്സ് x/4. എന്നിട്ട് എന്ത് ചെയ്യണം? ലിമിറ്റ് അപ്ലൈ ചെയ്യണം. 0 to 2 എന്ന് പറഞ്ഞ് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. പ്ലസ് സി. അപ്പോൾ ലിമിറ്റ് എല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അപ്പർ ലിമിറ്റ് കൊടുക്കണം അല്ലേ? അപ്പർ ലിമിറ്റും അതിനുശേഷം മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുത്തേ മക്കളെ 2 കൊടുക്കുമ്പോഴത്തേന് 2 ഇൻറ്റു 2/2 1 ആകും. റൂട്ട് ഓഫ് 16 മൈനസ് 2 സ്ക്വയർ ഈസ് 4 പ്ലസ് 8 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 2/4 ഈസ് 1/2 മൈനസ് ലോവർ ലിമിറ്റ്. മൈനസ് ഇവിടെ എന്നാ മക്കളെ? 0 ആണ് ലോവർ ലിമിറ്റ് അല്ലേ? അപ്പോൾ ആദ്യത്തെ ടേമിലെ എക്സ് ഇൻറ്റു എന്നാണ്. അപ്പോൾ 0 ഇൻറ്റു എന്നാകുമ്പോൾ അതങ്ങ് 0 ആയിപ്പോകും. അടുത്തത് സൈൻ ഇൻവേഴ്സ് 0, അതും അങ്ങ് 0 ആയിപ്പോകും. അപ്പോൾ അടുത്ത 2 ടേമും വരത്തില്ല. അപ്പോൾ നമ്മൾ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി എന്നാ വരുന്നത്? 2 ഇൻറ്റു റൂട്ട് ഓഫ് 16 മൈനസ് 4 12 ആണ് അല്ലേ? റൂട്ട് 12 പ്ലസ് 8 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2. സൈൻ 1/2 ആകുന്നത് എപ്പോഴാണ്? 30 ആണ് അല്ലേ? 30 എന്ന് പറഞ്ഞാൽ π/6. സോ 8π/6. ഇനി റൂട്ട് 14 നമുക്ക് എങ്ങനെ എഴുതാം? 2√3 എന്ന് എഴുതാം. 2√3. അപ്പോൾ 2 ഇൻറ്റു 2 4√3 പ്ലസ് 8π/3. ഇതാണ് ഫൈനൽ ആൻസർ. ഏരിയ ആയതുകൊണ്ട് ഇത്രയും സ്ക്വയർ യൂണിറ്റ്സ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. അപ്പം ക്ലിയർ ആണോ മക്കളെ? ഇത് ലാസ്റ്റ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഫോളോയിങ് റീജിയൻ യൂസിങ് ഇൻറ്റഗ്രേഷൻ y സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x ആൻഡ് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x മൈനസ് 4. അപ്പോൾ ഇവിടെ എന്നാ വരും? നമുക്ക് തന്നിരിക്കുന്ന ഒരു പരാബോളയുണ്ട്, അതോടൊപ്പം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് തന്നിരിക്കുന്നത് അല്ലേ? ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ഏതാണ്? y ഇസ് ഈക്വൽ ടു x മൈനസ് 4. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ സാധാരണ എങ്ങനെ പ്ലോട്ട് ചെയ്യുന്നത്? നമ്മൾ അതിനകത്ത് പോയിന്റ്സ് ഒക്കെ എടുക്കണം അല്ലേ? എക്സ് വൈ മാർക്ക് ചെയ്തിട്ട് എക്സിന് 0 കൊടുക്കുമ്പോൾ y എന്ന് പറയുന്നത് -4, വൈക്ക് 0 കൊടുക്കുമ്പോൾ x എന്ന് പറയുന്നത് 4. അപ്പം എന്താണ് ഒരു ലൈൻ പാസിങ് ത്രൂ 40 എന്ന് പറഞ്ഞ പോയിന്റ് ഇതാ. -40 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. അപ്പം ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ അത് നമ്മളവിടെ മാർക്ക് ചെയ്യുക. y ഇസ് ഈക്വൽ ടു x മൈനസ് 4 എന്നും പരാബോളയുടെ ഇക്വേഷൻ y സ്ക്വയർ ഇസ് ഈക്വൽ ടു 2x. y സ്ക്വയർ ഇസ് ഈക്വൽ ടു 2x എന്ന് പറയുമ്പോൾ നമുക്കറിയാം റൈറ്റ് ഹാൻഡഡ് പരാബോളയാണെന്ന് അല്ലേ? അപ്പോൾ ഇവിടുത്തെ റീജിയൻ ഏതാണ്? ഇതാണ്ട് ഇത്രയും റീജിയൻ. ഈ റീജിയൻ്റെ ഏരിയ ആണ് കാണേണ്ടത്. അതിനായിട്ട് നമുക്ക് എന്നാ വേണം? ഈ ലിമിറ്റ് വേണം അല്ലേ? അതായത് ഈ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റ് വേണം. ഈ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റ് എങ്ങനെയാണ് കിട്ടുന്നത്? ആ ഇൻ്റർസെക്റ്റ് ചെയ്ത 2 ലൈൻ, ഇവിടെ ഒരു ലൈനും ഒരു കേർവും ആണ്. അവിടുത്തെ ആ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റ് കിട്ടാനായിട്ട് ആ 2 ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യുക. അപ്പോൾ ആ 2 ഇക്വേഷനും കൂടെ സോൾവ് ചെയ്തേ. y സ്ക്വയർ ഈസ് ഈക്വൽ ടു 2x-നകത്ത് വൈക്ക് എന്നാ കൊടുക്കണം? x മൈനസ് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x മൈനസ് 4 ഈസ് ഈക്വൽ ടു ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2x. x സ്ക്വയർ മൈനസ് 8x പ്ലസ് 16 ഈസ് ഈക്വൽ ടു 2x. x സ്ക്വയർ മൈനസ് 10x പ്ലസ് 16 ഈസ് ഈക്വൽ ടു 0. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ
16 സം ചെയ്യുമ്പോൾ -10 ഏതൊക്കെയാണ് വാല്യൂസ് വരുന്നത്? x-8ഉം x-2ഉം അല്ലേ? അപ്പോൾ എക്സിന് 2 വാല്യൂസ് കിട്ടും, 2ഉം 8. എക്സിന് 2 വാല്യൂസ് ആണെങ്കിൽ കറസ്പോണ്ടിങ് വൈക്കും 2 വാല്യൂസ് കിട്ടും അല്ലേ? അപ്പോൾ അത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇട്ടിട്ട് കൊടുത്തേ. എക്സിന് 2 ആകുമ്പോൾ y എന്താണ്? y =-2. എക്സിന് 8 ആകുമ്പോൾ y =4. അപ്പം 8, 4 എന്ന് പറയുന്ന രണ്ടും പോസിറ്റീവ് ആകുന്നത് ഏതാണ്? ഫസ്റ്റ് ക്വാഡ്രൻ്റാണ്. അപ്പം ഈ ഒരു പോയിൻ്റാണ് 8, 4 എന്ന് പറയുന്നത്. ഈ പോയിൻ്റ് ഏതാണ്? അവിടെ എക്സ് പോസിറ്റീവും y എന്ന് പറയുന്നത് നെഗറ്റീവാണ് അല്ലേ? അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? 2, -2. അപ്പം നമ്മൾ പോയിന്റ് കണ്ടുപിടിച്ചേ. ഈ പോയിന്റും ഇതും കണ്ടുപിടിച്ചു, ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കേണ്ട അത്യാവശ്യ കാര്യം ലിമിറ്റഡ് ആണെന്ന്. ഓക്കെ, ഇനി എന്താണ് റിക്വയർഡ് ഏരിയ? എഴുതിക്കേ മക്കളെ. ഹിയർ shaded region represents the required area. Therefore, required area, ഇവിടെ എങ്ങനെയാണ് റിക്വയർഡ് ഏരിയ കാണുന്നത്? കാര്യം ഇവിടെ കേർവ് മാത്രമല്ല, കേർവും ഉണ്ട്, അതോടൊപ്പം ഒരു ലൈനിൻ്റെ പാർട്ടും ഉണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിഫറൻസ് ആണ് എടുക്കുന്നത്. ഏരിയ കാണാനായിട്ട് ഇതിൻ്റെ ഡിഫറൻസ്, അതായത് നമുക്ക് f(x) ഉം g(x) എന്ന് പറഞ്ഞ 2 ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ f(x) - g(x)ൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ f(x) എന്ന് പറയുന്നത് ഏതാണ്? x-4ഉം അതുപോലെ g(x) എന്ന് പറയുന്നത് 2x, അതായത് y² = 2x-ൻ്റെ ഇക്വേഷൻ. അപ്പോൾ റിക്വയർഡ് ഏരിയ എഴുതിക്കേ. റിക്വയർഡ് ഏരിയ =ഇൻ്റഗ്രൽ, ഞാനിവിടെ എക്സ് ഡി വൈ ആണ് എഴുതുന്നത്. എക്സ് ഡി വൈ, അതായത് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ലൈനിൻ്റെ ഇക്വേഷനിൽ നിന്ന് എക്സിന് എന്താണ്? y = x-4 ആണെങ്കിൽ x = y+4 ആയിരിക്കുമല്ലോ. സോ ഇൻ്റഗ്രേറ്റിംഗ് y + 4 dy. ഇനി എന്താണ്? വൈയുടെ ലിമിറ്റും കൊടുക്കണം അല്ലേ? വൈയുടെ ലിമിറ്റ് ഇവിടെ എന്താണ്? 0. വൈയുടെ ലിമിറ്റ് -2 to 4. -2 to 4. ഇനി എന്താ ചെയ്യേണ്ടത്? സബ്ട്രാക്ട് ചെയ്യണം അല്ലേ? മൈനസ് കേർവിൻ്റെ ഇക്വേഷനിൽ നിന്ന് എക്സിൻ്റേത്, അതായത് y² = 2x ആണ്. സോ x = y²/2 ആണ്. സോ ഇൻ്റഗ്രേറ്റിംഗ് -2 to 4 y²/2 dy. ഇത് സെപ്പറേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. വൈയുടെ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ y²/2 4y ലിമിറ്റ് അപ്ലൈ ചെയ്യുക. -2 to 4 മൈനസ് അടുത്തത് y² ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y³/3, ഒരു 2 അവിടെ കിടപ്പുണ്ട്. സോ 6 -2 to 4. നമ്മൾ ലിമിറ്റ് വാല്യൂ എല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 18 സ്ക്വയർ യൂണിറ്റ്സ് എന്നാണ്. 18 സ്ക്വയർ യൂണിറ്റ്സ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് 18 സ്ക്വയർ യൂണിറ്റ്സ് എന്നാണ് ഇതിൻ്റെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറവാണ്. ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതേ ടൈപ്പ് വരുമ്പോൾ നമ്മൾ എന്നാണ് f(x) ന്ന് g(x) സബ്ട്രാക്ട് ചെയ്തിട്ടാണ് ആ ഏരിയ കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. യൂസിങ് ഇൻ്റഗ്രേഷൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ y² < x < y. അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? y² = x എന്ന് പറയുന്നത് എന്താണ്? പരാബോളയാണ് അല്ലേ? എന്ത് പരാബോള? റൈറ്റ് ഹാൻഡ് പരാബോള. അടുത്തത് x = y. x = y എന്ന് പറഞ്ഞാൽ എ ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ഫിഗർ അങ്ങ് വരയ്ക്കാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? y² = x എന്നും x = y എന്നും എഴുതാം. അപ്പോൾ പരാബോള y² = x, എ ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ x = y എന്ന് പറയുന്ന എ ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ. അപ്പോൾ ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? എക്സിന് ഏത് വാല്യൂ കൊടുത്താലും കറസ്പോണ്ടിങ് y വാല്യൂയും സെയിം തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ അത് ഇപ്പോൾ 1 കൊടുക്കുകയാണെങ്കിൽ 1 തന്നെ ആയിരിക്കും. ഇത് ഒറിജിൻ 0, 0. ഇവിടുത്തെ ഏരിയ ഏതാ? റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന റീജിയൻ. ഓക്കെ,
അപ്പം ഈ ശരിക്കും ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് 1 1 എങ്ങനെ കിട്ടുന്നത്? ഓൺ സോൾവിങ് y is equal to x and y square is equal to x. ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യുമ്പോഴത്താണ് നമുക്ക് എന്നാ കിട്ടുന്നത്? ഈ പോയിന്റ്സ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. വൈയുടെ സ്ഥാനത്ത് എക്സ് തന്നെ കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് എക്സ് കോമൺ എടുക്കാം. എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു 0യും എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നും കിട്ടും. ഓക്കെ, കറസ്പോണ്ടിങ് y വാല്യൂ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0 y is equal to 0. When x is equal to 1, y is equal to 1. Therefore, y is equal to 0, 1. അങ്ങനെയാണ് നമ്മൾ ആ പോയിന്റ്സ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്തിട്ടാണ്. ഇനി എന്താണ്? റിക്വയർഡ് ഏരിയ വേണം. റിക്വയർഡ് ഏരിയ ഈക്വൽ ടു ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ. അപ്പോൾ ഇവിടെ എന്താണ് മക്കളെ? മുമ്പലത്തെ പോലെ തന്നെ ഒരു ലൈനും ഉണ്ട്, ഒരു പരാബോളയുണ്ട് അല്ലേ? അതിൻ്റെ ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. ലിമിറ്റ് ഏതാണ്? വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ വൈയുടെ ലിമിറ്റ് ആണ് എടുക്കേണ്ടത്. ഇൻ്റഗ്രൽ 0 to 1. ഇവിടെ ആദ്യം വൈ ഡി വൈ മൈനസ് ഇൻ്റഗ്രൽ 0 to 1. അടുത്ത പരാബോളയുടെ ഇക്വേഷൻ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ വൈ ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് ആണ് അല്ലേ? നമ്മൾ എക്സ് ആണ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യുന്നത്. സോ നമുക്ക് വൈ സ്ക്വയർ തന്നെ കൊടുത്താൽ മതി. അപ്പോൾ എന്നാ വരും? വൈ സ്ക്വയർ ഡി വൈ. ഒന്നിച്ച് വേണേൽ ചെയ്യാം, ഒന്നിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒന്നിച്ച് ലിമിറ്റ് കൊടുത്താലും മതി. സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ. സോ വൈ സ്ക്വയർ ബൈ 2 ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 to 1. വൈ ക്യൂബ് ബൈ 3 ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 to 1. ലോവർ ലിമിറ്റ് എല്ലാം 0 ആയി പോവും. അപ്പർ ലിമിറ്റ് 1/2 മൈനസ് 1/3 എന്ന് വരും. ആൻസർ 1/6 സ്ക്വയർ യൂണിറ്റ്. 1/6 സ്ക്വയർ യൂണിറ്റ്സ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Using the integration, find the area of the region 4x square plus 9y less than or equal to 36, 2x plus 3y greater than or equal to 6. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ആദ്യത്തെ ഇക്വേഷൻ കണ്ടിട്ട് എന്താ തോന്നുന്നത്? 4x square plus 9y square is equal to 36. ഇതെന്താണ്? ഡിവൈഡ് ചെയ്യുക ത്രൂ ഔട്ട് വിത്ത് 36. അപ്പോൾ എന്നാ കിട്ടും? ഒരു എലിപ്സിൻ്റെ ഇക്വേഷൻ കിട്ടും അല്ലേ? അപ്പം ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 9 പ്ലസ് വൈ സ്ക്വയർ ബൈ 4 ഈസ് ഈക്വൽ ടു 1. ഇതിപ്പോൾ ഒരു എലിപ്സിൻ്റെ ഇക്വേഷൻ ആണ്. എന്ത് എലിപ്സ് ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഏത് വാല്യൂ ആണ് ഗ്രേറ്റർ എന്ന് നോക്കിയിട്ട്. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ ഡിനോമിനേറ്റർ ആണ് ഗ്രേറ്റർ വാല്യൂ. സോ മേജർ ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്. അതായത് എലിപ്സ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ എലിപ്സ് ആണ് അല്ലേ? അപ്പം നമ്മളൊരു ഹൊറിസോണ്ടൽ എലിപ്സ് വരയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. 2x plus 3y ഈക്വൽ ടു 6 എന്ന് പറയുന്നത്. 2x plus 3y ഈക്വൽ ടു 6. അത് നമ്മൾ സോൾവ് ചെയ്യുക. എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ്. എക്സിന് 0 എടുക്കുമ്പോൾ y 2, വൈക്ക് 0 എടുക്കുമ്പോൾ എക്സ് എന്ന് പറയുന്നത് 3. അപ്പം നോക്കിയാൽ മക്കളെ, ഇവിടെ എ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരുന്നു? എ സ്ക്വയർ ഈസ് 9. അപ്പോൾ എ എന്ന് പറയുന്നത് 3. അപ്പോൾ ഈ പോയിന്റ്സ് എന്നൊക്കെ പറയുന്നത് എന്താ? -3 0യും ഈ പോയിന്റ്സ് എന്ന് പറയുന്നത് 3 0യും. അതേപോലെ ബി സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. ബി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് 0 2ഉം ഇതെന്ന് പറയുന്നത് 0 -2. ഇതെല്ലാം നമ്മൾ കോണിക് സെക്ഷനിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം നമുക്കറിയാം. ഇനി എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്തപ്പോഴും ഈ രണ്ട് പോയിന്റ്സ് കിട്ടി അല്ലേ? അപ്പോൾ അതിനർത്ഥം ആ സ്ട്രെയിറ്റ് ലൈൻ ഇതിൽ കൂടെ അല്ലേ പാസ് ചെയ്യുന്നത്? ഓക്കെ, ആ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഇങ്ങോട്ട് എഴുതി വെച്ചേ. 2x plus 3y ഈക്വൽ ടു 6. ഇക്വേഷൻ ഓഫ് എലിപ്സ് എഴുതി വെക്കുക. എക്സ് സ്ക്വയർ ബൈ 9 പ്ലസ് വൈ സ്ക്വയർ ബൈ 4 ഈസ് ഈക്വൽ ടു 1. ഇനി റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ എലിപ്സും ഈ സ്ട്രെയിറ്റ് ലൈനും തമ്മിലുള്ള ഈ ഏരിയ. ഇതാണ് റിക്വയർഡ് ഏരിയ.
അപ്പോൾ ഇവിടുത്തെ പോയിൻറ്റ്സ് എല്ലാം കിട്ടി നമുക്ക്. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിച്ചാൽ മതി. റിക്വയർഡ് ഏരിയ. അപ്പം നമുക്കിവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം. എക്സിൻ്റെ ലിമിറ്റാണ് എടുക്കേണ്ടത്. എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to 3 ആണ്. ഓക്കെ, സോ ഇൻ്റഗ്രൽ 0 to 3 y dx. അപ്പോൾ ആദ്യം എലിപ്സിൻ്റെ ഇക്വേഷനിൽ നിന്ന് വൈയുടെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് എക്സ്. അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്തേ. x² + y² = 1 എന്നാണ്. y² 4 = 1 - x²/9. y² 4 = 9 - x²/9. y² = 4/9 × 9 - x². y = ഇതിൻ്റെ റൂട്ട് 2/3 √9 - x². അപ്പോൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 2/3 y dx എന്നായിരുന്നു. സോ yക്ക് പകരം എന്ത് കൊടുക്കാം? 2/3 √9 - x² dx മൈനസ് ഇൻ്റഗ്രൽ 0 to 3. അടുത്ത ലൈനിൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പോവാണ്. 2x + 3y = 6 ആണ്. സോ 3y = 6 - 2x. y = 6 - 2x/3. സോ മൈനസ് 6 - 2x/3 dx. ഇപ്പോൾ ആദ്യത്തേൻ്റെ റിസൾട്ടൊക്കെ ഉണ്ട്. ആദ്യത്തേൻ്റെ കോൺസ്റ്റൻ്റ് വാല്യൂ നമുക്ക് വെളിയിലെടുക്കാം. 2/3 ഇൻ്റഗ്രൽ √(a² - x² എന്ന് പറയുന്നത് x/2 √9 - x² plus a² that is 9/2 sin inverse x/a ആണ്. a എന്ന് പറയുന്നത് 3. ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 to 3 മൈനസ് അടുത്തതിൻ്റെ 6/3 അത് 2 ആകും. സോ 2 ഇൻ്റഗ്രൽ dx അത് x ആകും മൈനസ് അടുത്ത 2/3 എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2. ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 to 3. അപ്പോൾ ലിമിറ്റ് എല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് എല്ലാം ലോവർ ലിമിറ്റ് എല്ലാം 0 ആയി പോകും. ഈ ആദ്യത്തെ കേസിൽ അപ്പർ ലിമിറ്റ് 3 കൊടുക്കുമ്പോൾ 9 - 3² അത് 0 ആയി പോകും. പിന്നെ ആകെ എന്താണ് വരുന്നത് അവിടെ? 2/3 ഇൻറ്റു 3 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം 0 ആയി പോകും. സെക്കൻഡ് ടേം സൈൻ ഇൻവേഴ്സ് 1 എന്ന് കിട്ടും. ലോവർ ലിമിറ്റ് എല്ലാം 0 ആയി പോകും. മൈനസ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം 6 മൈനസ് 2 ക്യാൻസൽഡ് 3² ഓരോ 3 പോകും 3. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം എല്ലാം ക്യാൻസൽ ആകും. 3 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 മൈനസ് 3. സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് π/2. സോ 3π/2 മൈനസ് 3. ഇത്രയും സ്ക്വയർ യൂണിറ്റ്സ്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അത് എലിപ്സിനെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് ആക്കുക. അത് എന്ത് ടൈപ്പ് എലിപ്സ് ആണെന്ന് മനസ്സിലാക്കുക. ആ സ്ട്രെയിറ്റ് ലൈന് അത് രണ്ടുകൂടെ സോൾവ് ചെയ്ത പോയിൻറ്റ്സ് കിട്ടുന്നത്. അപ്പം നമ്മൾ കോണിക് സെക്ഷനും കഴിഞ്ഞ വർഷത്തെ +1 കോണിക് സെക്ഷനും നന്നായിട്ട് മനസ്സിലാക്കണം ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ ചെയ്യണമെങ്കിൽ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇഫ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y² = 4ax ആൻഡ് ദ ലൈൻ x = 4a ഈസ് 256/3 square units, then using the integration find the value of a where a greater than 0 എന്ന് തന്നിട്ടുണ്ട്. സോ ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ ബിറ്റ്വീൻ എന്താണ്? ഒരു പരാബോള അതുപോലെ ഒരു ലൈനാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഫിഗർ വരയ്ക്കാം. y² = 4ax.
എക്സ് ഇസിക്കൽ ടു 4a എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഇസിക്കൽ ടു 4a കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ പാസിംഗ് ത്രൂ പാസിംഗ് ത്രൂ എക്സ് ഇസിക്കൽ ടു 4a ആൻഡ് പാരലൽ ടു y ആക്സിസ് ആണ്. ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ ഇത് എക്സാക്ട് എന്താണ്? y സ്ക്വയർ ഇസിക്കൽ ടു 4ax ആണ്. എക്സ് ഇസിക്കൽ ടു 4a. അപ്പോൾ റീജിയൻ ഏതാണ്? ഇത്രയാണ് റീജിയൻ കാണേണ്ടത്. അപ്പോൾ 2 ടൈംസ് ചെയ്താൽ മതി അല്ലേ? ഈ ഒരു പോർഷൻ്റെ സിമട്രി കണ്ടിട്ട് ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പോൾ റിക്വയർഡ് ഏരിയ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 0 0 ആണെന്നറിയാം. ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 4a0 ആണ്. ഓക്കെ, സോ ഇൻ്റഗ്രേറ്റിംഗ് 0 ടു 4a y dx ആണ്. y dx. സോ 2 ഇൻ്റഗ്രേറ്റിംഗ് 0 ടു 4a y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax ആണ്. അപ്പോൾ y ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4ax. അപ്പോൾ അതിനെ നമുക്ക് 2 റൂട്ട് ax എന്ന് എഴുതാം. 2 റൂട്ട് a ഇൻറ്റു റൂട്ട് എക്സ് എന്ന് എഴുതാം. കാര്യം റൂട്ട് എ എന്ന് പറയുന്നതും കോൺസ്റ്റൻറ്റ് വാല്യൂ ആയതുകൊണ്ട്. 2 റൂട്ട് എ ഇൻറ്റു റൂട്ട് എക്സ് ഡി എക്സ്. ഈ കോൺസ്റ്റൻസിനെ എല്ലാം പുറത്തെടുക്കുമ്പോൾ 4 റൂട്ട് എ ഇൻ്റഗ്രൽ 0 ടു 4a റൂട്ട് എക്സ് ഡി എക്സ്. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 1/2. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് റൈസ് ടു 1/2 പ്ലസ് 1 3/2. എക്സ് റൈസ് ടു 3/2 ബൈ 3/2 0 ടു 4a. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം ഇവിടെ ഈ 3/2 മേളിൽ വരുമ്പം 8/3 റൂട്ട് എ 4a റൈസ് ടു 3/2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് a സ്ക്വയർ ആണ്. a സ്ക്വയർ. ഇനി എന്താണ്? ഏരിയ തന്നിട്ടുണ്ട് കേട്ടോ. 256/3 എന്ന് തന്നിട്ടുണ്ട്. അത് ഇക്വേറ്റ് ചെയ്താൽ മതി കറസ്പോണ്ടിങ് എയുടെ വാല്യൂ കിട്ടാനായിട്ട്. സോ ഫൈനൽ ആൻസർ ഇതിനെ ഇക്വേറ്റ് ടു 256/3 എന്ന് ചെയ്യുക. ഇത് സിംപ്ലിഫൈ ഒക്കെ ചെയ്യുമ്പോഴത്തേന് നമുക്ക് എന്നാ കിട്ടും? a സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 വിച്ച് ഇംപ്ലൈസ് a ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 എന്നാണ് കിട്ടുന്നത്. ബട്ട് ഗിവൺ ദാറ്റ് a ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് തന്നിട്ടുണ്ട്. ദെർഫോർ a ഈസ് ഈക്വൽ ടു 2. Okay. Next question. Find the area of the region bounded by the curve 4x square is equal to y and the line y is equal to 8x plus 12. അപ്പോൾ ഇവിടുത്തെ പരാബോളയ്ക്ക് ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? ഇത്രയും നേരം നമ്മൾ y സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞൊക്കെ ഉള്ള പരാബോളയായിരുന്നു. ഇവിടെ 4x സ്ക്വയർ ഇസ് ഈക്വൽ ടു y എന്ന് പറഞ്ഞ പരാബോള. അപ്പോൾ അത് ഏത് ടൈപ്പ് പരാബോള? അപ്വേർഡ് പരാബോളയാണ്. പിന്നെ ഒരു സ്ട്രെയിറ്റ് ലൈനും തന്നിട്ടുണ്ട് അല്ലേ? അപ്പം ആദ്യം തന്നെ ഫിഗർ വരയ്ക്കുക. അപ്വേർഡ് പരാബോള, അതിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ y ഇസ് ഈക്വൽ ടു 8x പ്ലസ് y ഇസ് ഈക്വൽ ടു 4x സ്ക്വയർ. പരാബോളയുടെ ഇക്വേഷൻ y ഇസ് ഈക്വൽ ടു 4x സ്ക്വയർ. അടുത്തത് ലൈനാണ് അല്ലേ? y ഇസ് ഈക്വൽ ടു 8x പ്ലസ് 12. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 12. വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് ഫ്രാക്ഷൻ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള വാല്യൂസ് എന്താണ്? എക്സിന് ഇപ്പോൾ 1 വേണമെങ്കിലും കൊടുക്കാം.
എക്സിന് 1 കൊടുക്കുമ്പോഴത്തേന് വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 20. ഫ്രാക്ഷൻ വേണമെങ്കിൽ ഫ്രാക്ഷൻ ഇട്ട് ചെയ്യാമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് പ്ലോട്ട് ചെയ്യുമ്പം ഇങ്ങനെ ഒരു ലൈനാണ് കിട്ടുന്നത്. അല്ല, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? സോൾവിങ് ലൈനിൻ്റെ ഇക്വേഷനും അതുപോലെ പരാബോളയുടെ ഇക്വേഷനും കൂടെ സോൾവ് ചെയ്താൽ മതി. അപ്പം ഇതാണ് നമ്മളുടെ റിക്വയർഡ് ഏരിയ. അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. സോ സോൾവിങ് y is equal to 4x square and y is equal to 8x plus 12. നമുക്ക് വാല്യൂസ് കിട്ടുന്നത് x is equal to 3ഉം -1 എന്നും കിട്ടും, y is equal to 36ഉം 4 എന്നും കിട്ടും. സോ ഈ പോയിന്റ് എന്ന് പറയുന്നത് -1 4, ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 3ഉം 36ഉം ആണ്. റിക്വയർഡ് ഏരിയ കാണാം. റിക്വയർഡ് ഏരിയ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -1 to 3. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് y dx ആണ് ചെയ്യുന്നത്. y dx. അപ്പം എക്സിൻ്റെ ടേംസിലുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആദ്യം ലൈനിൻ്റെ നോക്കിക്കേ, ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y is equal to 8x plus 12. സോ 8x plus 12 എഴുതുക. അതിൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം? പരാബോളയുടെ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യണം അല്ലേ. പരാബോളയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y is equal to 4x square ആണ്. സോ x square is equal to y by 4. x is equal to y ആണല്ലോ. സോ y by 4 y ആണ്. അപ്പോൾ 4x സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. y dx എന്നല്ലേ, സോ 4x സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ അതങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി. -4x സ്ക്വയർ dx. അപ്പോൾ എന്നായിട്ടും 8xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം 8x സ്ക്വയർ ബൈ 2 പ്ലസ് 12x -4x ക്യൂബ് ബൈ 3 -1 to 3. ഇത് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 128/3 സ്ക്വയർ യൂണിറ്റ്സ് എന്നാണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 128/3 സ്ക്വയർ യൂണിറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, യൂസിങ് ഇൻ്റഗ്രേഷൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജൻ ബൗണ്ടഡ് ബൈ x square plus y square is equal to 60. x square plus y square is equal to 60 എന്ന് പറയുന്നത് എന്തിൻ്റെ ഇക്വേഷനാണ്? സർക്കിളിൻ്റെ ഇക്വേഷനാണ് അല്ലേ. x square plus y square പാസിംഗ് ത്രൂ ഒറിജിൻ, പാസിംഗ് ത്രൂ ദ സെൻറ്റർ അല്ലേ. റേഡിയസ് എന്ന് പറയുന്നത് r സ്ക്വയർ. r സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്നത് 16 ആണ്. അപ്പോൾ r എന്ന് പറയുന്നത് 4 ആണ് അല്ലേ. ആൻഡ് ദ ലൈൻ y is equal to x. y is equal to x എന്ന് പറഞ്ഞാൽ ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ ആണ്. ആൻഡ് y ആക്സിസ് നിങ്ങൾക്ക് അറിയാം. ബട്ട് ലൈങ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. അപ്പോൾ എടുത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നേരത്തെയൊക്കെ നമ്മൾ ഈ ഒരു സർക്കിളിൻ്റെ റീജിയൻ എന്നൊക്കെ പറയുമ്പോൾ എന്തായിരുന്നു? ഇൻറ്റു 4 ഒക്കെ ചെയ്യണമായിരുന്നു അല്ലേ. ഇവിടെ അതൊന്നും വേണ്ട, ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഈ ഒരു ഫിഗർ വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫിഗർ വരയ്ക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റും കിട്ടും, സെക്കൻഡ് ക്വാഡ്രൻറ്റും കിട്ടും. അപ്പം ക്വാഡ്രൻറ്റ് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇൻറ്റു 2 കൂടെ ചെയ്യണം. ഇവിടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇൻറ്റു 2 വേണ്ട, ഒരു ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഫിഗർ വരയ്ക്കാം. ആദ്യം എ സർക്കിൾ പാസിംഗ്, സെൻറ്റർ പാസിംഗ് ത്രൂ ദ ഒറിജിൻ. പിന്നെ y ആക്സിസ് ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് വേണം. സർക്കിളും y is equal to x എന്ന് പറഞ്ഞ ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. സർക്കിളിൻ്റെ ഇക്വേഷൻ x square plus y square is equal to 60. So on solving
y is equal to x and x square plus y square is equal to 16. സോൾവ് ചെയ്യുമ്പം വി ഗെറ്റ് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്. ഇതിനെ ഞാൻ എം എന്ന് വിളിക്കുവാണ്. എം ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് എം ഈക്വൽ ടു 2√2 എന്ന് പറഞ്ഞു കിട്ടും സോൾവ് ചെയ്യുമ്പോഴത്തേന്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട ഏരിയ എന്താണ്? ഇത്രയാണ് ഏരിയ വേണ്ടത്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് മക്കളെ, നോക്കിക്കേ. ഇവിടെ സർക്കിളും ഏതാണ് നോക്കിക്കേ, സർക്കിളും വൈ ആക്സിസും ലൈനും കൂടെ ചേരുമ്പം തൻ്റെ ഈ ഒരു ഡിവിഷനിൽ വെച്ച് ഒരു ചേഞ്ച് സംഭവിക്കുന്നില്ലേ? അതായത് ഈ ഒരു ഡിവിഷൻ്റെ മുന്നേ സ്ട്രെയിറ്റ് ലൈനും വൈ ആക്സിസേ വരുന്നുള്ളൂ, സർക്കിളിൻ്റെ പോർഷൻ വരുന്നില്ല. ഈ ഒരു സെക്കൻഡ് പോർഷനിൽ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിന് പേര് കൊടുക്കാവേ. ഇതിന് സി എന്ന് കൊടുക്കാം. അപ്പം ഇവിടെ എ എന്ന് കൊടുക്കാം, ഇതിന് ഒ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം ഈ എ എം സി എന്ന് പറഞ്ഞ പോർഷൻ കണ്ടില്ലേ? അപ്പം നമുക്ക് റിക്വയർഡ് ഏരിയ വേണം എഴുതിയേക്കാം. റിക്വയർഡ് ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് എ എം സി പ്ലസ് ഏരിയ ഓഫ് എം സി ഒ. കണ്ടോ, ഈ രണ്ട് ഏരിയയും കൂടെ ചേരുന്നതാണ് നമ്മളുടെ ആവശ്യമായിട്ടുള്ള ഏരിയ അല്ലേ? അപ്പോൾ ആ രണ്ട് പോർഷനും വ്യത്യാസമുണ്ട്. എം സി ഒ എന്ന് പറഞ്ഞ പോർഷനിലെ സ്ട്രെയിറ്റ് ലൈനും വൈ ആക്സിസേ ഉള്ളൂ. എ എം സി എന്ന് പറഞ്ഞ പോർഷനിൽ എന്താണ്? സർക്കിളും വൈ ആക്സിസുമാണ്. അപ്പം അവിടെ ഇക്വേഷൻ വ്യത്യാസമുണ്ട് അല്ലേ? നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണം. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ വൈയുടെ ലിമിറ്റ് എടുക്കണം. ഇൻ്റഗ്രൽ 0 to 2√2 y dy പ്ലസ് ഇൻ്റഗ്രൽ അടുത്ത ലിമിറ്റ് മാറും. അതായത് ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 2√2 ആണ്. 0 to 2√2. അടുത്തത് 2√2 to 4 ആണ് വരുന്നത്. കാര്യം എന്താണ്? റേഡിയസ് നമുക്കറിയാം 4 ആണെന്ന്. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് 0.4 ആണ്. സോ അവിടെ ലിമിറ്റ് എന്ന് പറയുന്നത് 2√2 to 4 ആണ്. ഓക്കെ, 2√2 to 4 സർക്കിളിൻ്റെ ഇക്വേഷനാണ്. സോ റൂട്ട് ഓഫ് 16 മൈനസ് വൈ സ്ക്വയർ എന്നാണ്. എക്സ് ഈസ് ഈക്വൽ ടു 16 മൈനസ് റൂട്ട് ഓഫ് 16 മൈനസ് വൈ സ്ക്വയർ കിട്ടും വിത്ത് റെസ്പെക്ട് ടു ഡി വൈ. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y സ്ക്വയർ ബൈ 2 ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഇവിടെ നമ്മളുടെ റിസൾട്ടാണ് എ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ എന്ന് പറയുന്നത് y ബൈ 2 റൂട്ട് ഓഫ് 16 മൈനസ് വൈ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് y ബൈ എ എന്ന് പറയുന്ന 4 ആണ്. 2√2 to 4. ഇതിൻ്റെ വാല്യൂസ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2π സ്ക്വയർ യൂണിറ്റ്സ് ആണ്. 2π സ്ക്വയർ യൂണിറ്റ്സ്. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ y is equal to x സ്ക്വയർ. ഇവിടെയും എന്ത് പരാബോളയാണ്? upward പരാബോളയാണ്. ആൻഡ് ദ എക്സ് ആക്സിസ് ആൻഡ് ദ ലൈൻ എക്സ് is equal to -1 and 1. അപ്പോൾ ഇതിൻ്റെ ഫിഗർ വരുവാണെങ്കിൽ എന്താ? സിമ്പിളാണിത്. അപ്വേർഡ് എക്സ് is equal to -1 എന്ന് പറയുന്നത് ഏതാണ്? എക്സ് is equal to -1, എക്സ് is equal to +1. അപ്പോൾ ഈ റീജിയൻ്റെ ഇടയിലുള്ളതാണ് അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? -1 to 1. ഇതിന് ഫിഗർ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ റിക്വയർഡ് ഏരിയ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -1 to 1. ഇവിടെ y is equal to x സ്ക്വയർ ആണ്, y dx ആണ്. സോ ഇൻ്റഗ്രൽ -1 to 1 x സ്ക്വയർ dx ആണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്താണ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഇൻ്റഗ്രൽ -a to a
എക്സ് സ്ക്വയർ ഒരു ഈവൻ ആണ് അല്ലേ, ഈവൻ ആയതുകൊണ്ട് അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതാം. പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താണ്. സോ 2 ഇൻറ്റു ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ 3 0 to 1. ആൻസർ 2/3 സ്ക്വയർ യൂണിറ്റ്സ്. ഇതൊരു MCQവിനൊക്കെ ചോദിക്കാം. 1 മാർക്ക് മാക്സിമം പോയ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. Next question, find the area of the region bounded by the parabola. Parabola y square is equal to 8x ആണ് and the line x is equal to 2. അപ്പോൾ ആദ്യം ഫിഗർ വരയ്ക്കാം. പരാബോള y square is equal to 8x, right handed parabola, x is equal to 2. അപ്പോൾ ഇത് 2 0 എന്ന് പറഞ്ഞ പോയിന്റ്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കിട്ടണം. ഇതാണ് നമ്മളുടെ റിക്വയർഡ് ഏരിയ. ഓൺ സോൾവിങ് x is equal to 2 and y square is equal to 8x. We get values എന്ത് കിട്ടും, y square is equal to xന് 2 കൊടുക്കുമ്പം 16, y is equal to plus or minus 4 എന്ന് വരും. When y is equal to 4, xൻ്റെ വാല്യൂ 4 square that is 16/8, x is equal to 2 എന്ന് കിട്ടും. x is equal to 2. When y is equal to minus 4, x is equal to 2 എന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പം ഈ പോയിന്റ് 2 - 4ഉം ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് 2 4ഉം ആണ്. അപ്പോൾ ഇവിടെ റിക്വയർഡ് ഏരിയ താഴെ മേളിലും ഒരേപോലെ ഉണ്ട്. അപ്പം ഒരു ക്വാഡ്രൻറ്റിലെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 2 ചെയ്താൽ മതി. റിക്വയർഡ് ഏരിയ ഇസ് ഈക്വൽ ടു 2 ടൈംസ് ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ വൈ ഡി എക്സ് ആണ്. എക്സിൻ്റെ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേന് 0 to 2 ഇൻ്റഗ്രൽ 0 to 2 y എന്ന് പറയുന്നത് √8x dx ആണ്. √8 എന്ന് പറഞ്ഞാൽ 2√2 ആണ്. ആ 2√2ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 4√2 കിട്ടും. 4√2 ഇൻ്റഗ്രൽ 0 to 2 √x എന്ന് വെച്ചാൽ x raised to 1/2. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 4√2 ഇൻറ്റു x raised to 1/2 + 1 3/2/3/2. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ 32/3 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് പറഞ്ഞ് കിട്ടും. 32/3 സ്ക്വയർ യൂണിറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ എലിപ്സ് മാത്രം, ഒരു കർവ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ഏരിയ കാണുക. ഇതിനെ ആദ്യമേ സ്റ്റാൻഡേർഡ് ഫോമിലാക്കണം. എക്സ് സ്ക്വയർ പ്ലസ് 9 y² ഇസ് ഇക്വൽ ടു 36 എന്നാ. 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 36 പ്ലസ് y² 4 ഈക്വൽ ടു 1. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡിനോമിനേറ്റർ ആണ് ഹയർ വാല്യൂ. അപ്പോൾ എന്താണ്, ഹൊറിസോണ്ടൽ എലിപ്സ് ആണ്. അതിൻ്റെ ലിമിറ്റ് എഴുതാമല്ലോ. എ സ്ക്വയർ 36 ആണെങ്കിൽ എ എന്ന് പറയുന്നത് ±6 ആ. സോ ഈ വാല്യൂ എന്ന് പറയുന്നത് -6 ഈ വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. ദെൻ ബി സ്ക്വയർ 4 അപ്പം ബി എന്ന് പറഞ്ഞാൽ ±2 ആണ്. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് 0 2ഉം ഇത് 0 -2 ആണ്. റിക്വയർഡ് ഏരിയ എലിപ്സിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വാഡ്രൻറ്റിലെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 4 ചെയ്താൽ മതി. സോ റിക്വയർഡ് ഏരിയ ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ്. ഞാൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ എക്സിൻ്റെ ലിമിറ്റ് ആണ് എടുക്കുന്നത്. സോ 0 to 6 ആണ് എടുക്കുന്നത്. വൈ ഡി എക്സ് 0 to 6. വൈയുടെ വാല്യൂ നമുക്കറിയാം x² ഇസ് ഈക്വൽ ടു 9y² ഇസ് ഈക്വൽ ടു 36 എന്നാണ്. 9y² is equal to 36 minus x². y² is equal to 1/9 into 36 minus x². y is equal to root 1/3
root of 36 minus x square. So 1/3 root of 36 minus x square dx. 4/3 a square root of a square minus x square result apply ചെയ്യുക, that is x/2 root of 36 minus x square plus a square 36/2 sin inverse x/a എന്ന് പറയുന്ന 6 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുക. നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 12 സ്ക്വയർ യൂണിറ്റ്സ് ആണ്. Next question. Using integration, find the area of the region. ഓക്കെ മക്കളെ, നമ്മൾ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ NCERT-യിൽ നമുക്ക് ആകെ സർക്കിള്, എലിപ്സ്, ഒരു പരാബോളയുടെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളായിരുന്നു. നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ടുണ്ട്. അതായത് ഏരിയ അണ്ടർ കർവ്സ് ഉണ്ട്, ഏരിയ അണ്ടർ കർവ് ആൻഡ് ലൈനോട്. അപ്പോൾ അതുകൂടെയൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകുക. ഓക്കെ, താങ്ക് യു.